ഹായ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഷാർജ റോളയിലേക്കാണ്. അപ്പോൾ ഇതാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിതാ കാറിൽ കയറി നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പതുക്കെ പോകാമെന്നുള്ളൂ. കണ്ടോ, ആ പള്ളികൾ കാണുന്നുണ്ടോ? 4 സൈഡിലും റിംഗ് റോഡാണ്, അതിന് 4 സൈഡിലും പള്ളിയാണ്. ഇതിലെ പോകുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അത് നല്ല ഭംഗിയാണ് ഈ സൈഡിൽ നിന്നുള്ള ആ വ്യൂ. 4 കോർണറും പള്ളി. അതുപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടോ, ഒരു ഓയിലിൻ്റെ പരസ്യമാണ് കണ്ടോ, എൻജിൻ ഓയിലിൻ്റെ. ആ ഒരു ടാങ്കിൽ, ആ ഒരു ക്യാനിൽ നിന്ന് ആ കാറിലേക്ക് വീഴുന്ന പോലെ കറക്റ്റ് ആ ഒരു ലൈറ്റ് സെയിം എഫക്റ്റാണ് കിട്ടുന്നത്. അത് ഞാൻ നോക്കി നിൽക്കാറുണ്ട് ഈ ഒരു 2 സംഭവം എപ്പോൾ പോകുമ്പോഴും. അതുപോലെ ടൈഗർ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ടൈഗർ ബിൽഡിങ്ങും ലുലു മാളൊന്നും അടയാളം പറയാൻ പറ്റില്ല, എല്ലായിടത്തും അതായിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റി സൂക്കാണ് കാണുന്നത്, ഷാർജ റോളയിലുള്ള സിറ്റി സൂക്കാണ്. ഒരു ദിവസം നമുക്ക് അവിടെ പോകണം, എന്തായാലും അടിപൊളി സ്ഥലമാണ് അതും. കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതാ നമ്മളിത് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇതാ റോളയിലെത്തി. അപ്പം നമ്മളിത് ആ ഭാഗത്തേക്ക് എത്തി. ഇതാ അവിടെ ഇറങ്ങി, നമ്മൾ ടാക്സി ഇറങ്ങി അവിടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ത്, അവിടെ ആ ഒരു ലൈറ്റ് ഫെസ്റ്റ് നടക്കുന്നത്. ആ ഒരു വാളിലേക്ക് അവർ ഒരു സൈഡിൽ നിന്ന് ലൈസർ ബീം അടിച്ചിട്ടാണ് ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് ആ ഒരു ഇത് ചെയ്തത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ നടക്കുമായിരുന്നു. ഇത് അവിടെ ഓരോ ഹൈറ്റിൽ ഓരോ സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്. പക്ഷേ ആ ഒരു ലൈറ്റ് ഷോ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഫുള്ള് ലൈറ്റ് പോയപ്പോൾ കണ്ടോ, ആ ഒരു ബിൽഡിങ് മാത്രം അതേപോലെ അങ്ങനെ മാർക്ക് ചെയ്ത് ഫ്ലവേഴ്സായിട്ടും ഇതുപോലുള്ള ഓരോ സെറ്റപ്പായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് അത് നോക്കി നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. ആ ലൈറ്റിങ് ഇങ്ങനെ മാഞ്ഞ് പോകുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോരോ വിഷ്വൽസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോൾ അത് അപ്പുറത്തുനിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് അറബിക് ട്രഡീഷണൽ ഡാൻസ്, അതായത് അവർ അറബ്സിൻ്റെ ആ ഒരു ട്രഡീഷണൽ ഡാൻസിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല, ആ ലൈറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ അത് നോക്കുന്ന സമയത്താണ് ഇവിടുത്തെ ബീരങ്കികളൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ. അപ്പോൾ നമുക്ക് അറബിക് ഡാൻസ് നടക്കുന്നിടത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് അറബിക് ആ ഒരു ട്രഡീഷൻ നിർത്താൻ കഴിയും. അങ്ങനെ നമ്മൾ അറബിക് നൃത്തമൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളിത് ഈ ഒരു ബിൽഡിങ് ശ്രദ്ധിച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ. അപ്പോൾ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ആ ഒരു കടലിലെ ഒരു പവിഴപ്പുറ്റ് പോലത്തുള്ള ആ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ്. അതുപോലെ വിൻഡോ എനിക്ക് നന്നായി ഇഷ്ടമായി, കാരണം ആ ഒരു പഴയ നമ്മുടെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു വിൻഡോ ആണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ആ സ്റ്റോണ് തൊട്ട് നോക്കി പല ടൈപ്സ് ഓഫ് സ്റ്റോണാണ് അതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ബിൽഡിങ് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കൺസ്ട്രക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അവിടെ ഒരു നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ. കാരണം എന്താ വെച്ചാൽ ഒരു വാം ലൈറ്റും പിന്നെ ആ ഒരു ഓൾഡ് ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് ആണ് എല്ലാം. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് വേറെ ബിൽഡിങ്സ് ഉണ്ടെങ്കിലും ഈ ഒരു ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ പോകുന്നത് ഇത് നമ്മുടെ സ്കൂളാണ്. പണ്ട് കാലത്ത് അറബ് സമൂഹത്തിൻ്റെ അവർ യൂസ് ചെയ്തിരുന്ന സ്കൂളുകളാണിത്. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ മാതൃകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേപോലെ ഓഫീസ് റൂമുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലേക്കാണ് കയറാൻ പോകുന്നത്. ഇതായിരുന്നു അന്നുണ്ടായിരുന്ന ക്ലാസ് റൂം. ആ ഒരു ക്ലാസ് റൂമിൻ്റെ സെറ്റപ്പാണ് ഇത് സംഭവം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചെറിയൊരു ക്ലാസ് റൂം കാണാൻ വേണ്ടിയിട്ട്. നിറയെ കുട്ടികളൊക്കെ ആകുമ്പോൾ അപ്പോൾ അന്നത്തെ കാലത്തെ സ്റ്റുഡൻസും അവിടുത്തെ അധ്യാപകരും കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ അത് അവരുടെ രീതികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓഫീസ് റൂമിൻ്റെ മാതൃകയും കാര്യങ്ങളൊക്കെ. പിന്നെ അവരെ കുറേ ഒരു മ്യൂസിയം ടൈപ്പ് ഓഫ് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിൻഡോയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഒരു ബേ വിൻഡോ പോലെ, പക്ഷേ അകത്തേക്ക് തുറക്കുന്ന വിൻഡോയാണ്. പക്ഷേ ആ ബേ വിൻഡോ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്കതും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ വിൻഡോസൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മൾ പോയത് അറബി എഴുതാൻ വേണ്ടിയിട്ടാണ്. അവിടെ കാലിഗ്രഫി ഉണ്ട്, അറബി കാലിഗ്രഫി നമുക്ക് ചെയ്യാം. നമുക്ക് പ്രൈസ് എടുക്കുന്ന പോലെ ആ ഒരു സ്ക്രീനിൽ നമ്മളത് വെച്ചാൽ അതിൻ്റെ അടിയിലുള്ള ലെറ്റർ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഞാനത് അടിപൊളിയിൽ ചെയ്തു, ഒരു ഓർമ്മയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ല വൃത്തിയിൽ എഴുതാനൊക്കെ പറ്റി. അങ്ങനെ നമ്മൾ അതൊക്കെ ഇങ്ങനെ എഴുതി അവിടുന്ന് അത് മുന്നോട്ട് നടന്നപ്പോൾ ഈ ഒരു ഇടനാഴിയൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ വിൻഡോസിൻ്റെ ക്യാപ്പൊക്കെ എനിക്കിഷ്ടമായിരുന്നു. അവിടെ ഒരു ഓപ്പൺ ഡോർ ഉണ്ട് പുറത്തേക്ക്. പിന്നെ ഇത് പഴയ വേറൊരു ക്ലാസ് റൂം തന്നെയാണ് ഇത്. ഇവിടുത്തെ പഴയ കാലത്തെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ.
ഇതായിരുന്നു അന്നത്തെ കാലത്തെ സ്റ്റുഡൻസൊക്കെ കേട്ടോ. അപ്പോൾ അവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവർ അന്നത്തെ പഠനോപകരണങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവർ ഒരു ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ആ ഒരു ഇതായിരുന്നു കേട്ടോ അവിടുത്തെ സ്റ്റുഡൻസൊക്കെ. അന്നത്തെ കാലത്തെ ക്ലാസ് റൂമും സ്റ്റുഡൻസൊക്കെയാണ് ഇത്. കുറേ കാലം മുന്നേ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു ഇതൊക്കെ അന്നത്തെ കാലത്തെ സ്റ്റുഡൻസാണ്. അപ്പോൾ അവരുടെ ക്ലാസ് ഫോട്ടോസൊക്കെയാണത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പോയത് ഷാർജ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മ്യൂസിയം അതിനകത്തുള്ള മ്യൂസിയം തന്നെയാണ്. അവിടെ കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അവിടുത്തെ അന്നത്തെ വ്യാപാരവും അന്നത്തെ അവർ നെയ്തിരുന്നതും പിന്നെ അവർ ആ ഒരു നെയ്തുണ്ടാക്കിയിരുന്ന ആ ഒരു ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളത്, പിന്നെ അവരുടെ വിനോദങ്ങൾ, പിന്നെ അവരുടെ ഫുഡ്, അവരുടെ സംസ്കാരം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ ആ ഒരു കെട്ടിട നിർമ്മാണ രീതികളൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ കാണാമായിരുന്നു നമുക്ക്. അവരുടെ ഉപജീവന മാർഗവും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. മ്യൂസിയത്തിനകത്ത് ഒരു കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ കുറേ നേരം നോക്കി നിന്ന് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിത് അങ്ങനെ വാഷ്റൂം പോകാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയാണ്. വാഷ്റൂം പോയപ്പോൾ ആ ഡോറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വുഡിൻ്റെ ഡോറായിരുന്നു. നമ്മൾ മെയിൻ ഡോർ പോലും ഇത്ര നല്ല ഡോറ് വെക്കാറില്ല, അത്രയും നല്ല ഡോറായിരുന്നു. വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അതേ ഒരു ഫുഡിൻ്റെ സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ സ്റ്റാളൊക്കെ കണ്ടപ്പോൾ നമ്മളതേ അവിടെ നിന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അതേ അപ്പുറത്ത് നിന്ന് ഇതേ ഒരു അറബിക് എന്തോ ഒരു ട്രഡീഷണൽ ഡാൻസിൻ്റെ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇതേ ഒരു പോർച്ചുഗലിൻ്റെ ഒരു ഗാലറി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളിത് ഗാലറി കയറി. അപ്പോൾ ഇതേ ഇവിടെ വാൾ ടൈലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിചാരിച്ചു പിക്ചറായിരിക്കും അല്ലെങ്കിൽ കട്ടൗട്ടായിരിക്കും, പക്ഷേ ഒറിജിനൽ ടൈലായിരുന്നു അത്. അവർ അന്നത്തെ കാലത്ത് അവർ ആ ടൈല് നിർമ്മിച്ചിരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്, പക്ഷെ ആ ഒരു ടൈല് നിർമ്മിച്ചിരുന്ന വാൾ ടൈലുകളാണ്. പാലസുകളിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ടൈൽസാണ്. അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ള ടൈലുകളാണ്. അതിൻ്റെ തന്നെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. പോർച്ചുഗലിൻ്റെ ടൈൽസുകളാണിത്. അത് മേക്ക് ചെയ്തിരുന്ന അന്ന് ഇതേപോലെ കട്ട് പീസ് വെച്ചിട്ട് ചെയ്തതുകൊണ്ട് നാച്ചുറൽ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് കട്ട് പീസായിട്ട് നമ്മൾ ഒട്ടിച്ച് ഉണ്ടാക്കുന്ന ടൈപ്പ്. പിന്നെ ഒരുപാട് ഐറ്റംസ് അവരുടെ അവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് വുഡ് ഉണ്ട്, അത് വെച്ച് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊരു വുഡാണ് കേട്ടോ അവരുടെ. ആ ഒരു വുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഓലകളും അതുപോലെ തന്നെ അവരുടെ കുറേ ഒരു ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വുഡ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ക്യൂട്ടായിരുന്നു കേട്ടോ അത് സംഭവം. അത് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫ്ലവേഴ്സ്, അതുപോലെ കുറേ ഇതൊക്കെ. പിന്നെ അതൊരു നൈഫാണ്, നമ്മുടെ ഫുഡിൻ്റെ ഒക്കെ ഇത് കട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് നൈഫാണ്. അതൊക്കെ നല്ല ഭംഗിയില്ല വുഡിൽ ചെയ്താണ്. ക്രേവ് ഇതിങ്ങനെ ചെയ്യുന്നതാണ് അവർ. അതും അവരിതേപോലെ തന്നെ മേക്ക് ചെയ്യുന്ന ഓരോ ടൈല് പോലത്തെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതും അന്നത്തെ ആ ഒരു ഇതൊക്കെ വെച്ച് ചെയ്തിരുന്ന ടൈൽസുകൾ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. ഇതാണ് നമ്മുടെ ഒരു പരുത്തിയുടെ പോലത്തെ ഒരു ചെടിയാണിത്. ഇതിലാ ഒരു ഇതെടുത്തിട്ടാണ് അവർ, പരുത്തി എടുത്തിട്ടാണ് അവർ ഇതുപോലെ ത്രെഡുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൽ നിന്നും അവർ ഇതുപോലെ ഈ പഞ്ഞി കളക്ട് ചെയ്തിട്ട് അവരതിനെ ഇതേപോലെ അങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ത്രെഡ് പോലെ അങ്ങനെ ഇതാക്കിയെടുക്കുക ചെയ്യുക. എന്നിട്ട് ആ ത്രെഡ് വെച്ചിട്ടാണ് അവർ കുറേ ഐറ്റംസ് ഓഫ് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് അവിടെ ഒരാളിരുന്നത് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യുന്നുണ്ടായിരുന്നു ആ ത്രെഡ് വെച്ചിട്ട്. അപ്പോൾ ഇത് എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഞാനും കുറച്ച് ത്രെഡൊക്കെ ഞാനും ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ചൊക്കെ ചെയ്തു. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, പക്ഷേ അയാൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അവർ ആ ഒരു ഇത് വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ അവരതിന് യൂസ് ചെയ്യുന്ന ആ ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ത്രെഡാണ് കേട്ടോ. ഈ ത്രെഡാണ് അവർ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ത്രെഡാണ്. പിന്നെ അത് അവർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ ഈ വുഡിൻ്റെ ഈ സാധനം വെച്ചിട്ടാണ് അവർ അതിൽ ഇങ്ക് പുരട്ടിയിട്ടാണ് അവർ പ്രിൻറ്റിങ് ചെയ്തിരുന്നത്, റോൾ ചെയ്തിട്ട്. അപ്പോൾ അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പ്രസ് ചെയ്ത് പിടിപ്പിക്കുക ചെയ്യാമെന്നൊക്കെ പറഞ്ഞു തന്നു.
അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ അവർ ചെയ്ത കുറേ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവർ ആ വർക്ക് ചെയ്ത ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ അവർ അതിൻ്റെ ലെതറിൻ്റെ പീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ക്രേവ് ചെയ്തിട്ട് ഒരുപാട് ക്യൂട്ട് ഐറ്റംസുകളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസുകളൊക്കെ അതിൽ ഒരുപാട് ഐറ്റംസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ത്രാസ്, പിന്നെ അതുപോലെ തന്നെ ഒരു പങ്ക, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയ സമയത്താണ് അവർ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ആദ്യകാല ജീവിതങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലിരുന്ന് ചെയ്തിരുന്ന കൈത്തറി വസ്ത്രങ്ങൾ, കൈത്തറി സാധനങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പ്രൈവസിയൊക്കെ മാനിച്ച് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവരിത് ആ ഒരു പണ്ട് മൃഗങ്ങളുടെ ആ ഒരു കമ്പിളിയിൽ നിന്നൊക്കെ അവർ നെയ്തിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ അവർ ആ നൂലുണ്ടാക്കുന്നു എന്നുള്ള രീതിയാണ് ഇവിടെ ചെയ്യുന്നത് അവർ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി കുറേ. പിന്നെ അവർ അതുപോലെ തന്നെ അത് വെച്ചിട്ടുണ്ടാക്കിയ കുറേ ക്ലോത്തുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരത് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇത് അങ്ങനെ ആ ഒരു ക്ലോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആ ക്ലോത്തൊക്കെ നല്ല അടിപൊളി ക്ലോത്തായിരുന്നു കേട്ടോ. നല്ല കട്ടിയിൽ ചെയ്തിട്ടുണ്ട്. അവർ ഇരിക്കാനുള്ള ഇടത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഈത്തപ്പഴത്തിൻ്റെ പട്ട യൂസ് ചെയ്തിട്ട് അവരത് ഒരുപാട് മറ്റേ സാധനങ്ങളുണ്ടാക്കി, കൊട്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു കൊട്ടകളൊക്കെ ഈത്തപ്പഴം ഇട്ട് വെക്കാനും, അതുപോലെ തന്നെ തൊപ്പികൾ, ഫുഡ് അടച്ച് വെക്കാനുള്ളത്, ഫുഡിൻ്റെ അടിയിൽ വെക്കാനുള്ളത്, അതുപോലെ ഈത്തപ്പഴം ഇട്ട് വെക്കാനുള്ള കൊട്ട, അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ ഒരു പുൽപ്പായ പെട്ടത്. പുൽപ്പായ അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് പുൽപ്പായയാണത് സംഭവം. പിന്നെ അത് അപ്പുറത്ത് നമ്മൾ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അവർ ഇരുന്നിട്ട് ഇത് ചതച്ചിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു പട്ട ചതച്ചിട്ട് അതിൻ്റെ ചകിരി കൊണ്ടുള്ള കയറുകളൊക്കെ നെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു പട്ട ഉണ്ടല്ലോ, ഈന്തപ്പഴത്തിൻ്റെ പട്ട, ആ പട്ടയുടെ ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് അവർ ഉണ്ടാക്കിയ കപ്പലുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായി. പിന്നെ കമ്പി കൊണ്ട് അവർ കൊട്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് നമ്മളിത് അതിന് പുറത്തിറങ്ങിയപ്പോൾ അപ്പുറത്ത് ഒരു പണ്ട് കാലത്ത് നമ്മുടെ അറബ് സമൂഹത്തിൻ്റെ ആ ഒരു വീട് മാതൃകയാണത്. അപ്പോൾ അവർ അന്ന് കാലത്ത് അവർ ഇതുപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ ഓപ്പൺ ആയിട്ടായിരിക്കും. എന്നിട്ട് ഫ്രണ്ടിലൊരു ഗേറ്റ് ആയിരിക്കും, അതായിരിക്കും അവർ മെയിൻ ഡോറ്. പിന്നെ അതിനുള്ളിലേക്ക് ഭയങ്കര പ്രൈവസി ആയിരിക്കും. ഇതുപോലുള്ള സൈഡുകളിലൊക്കെ ഇരുന്നിട്ടാണ് അവർ വർക്ക് ചെയ്യുക ചെയ്യുക. അതിനുള്ളൊരു ഏരിയ ആയിരുന്നത്. അവർ അന്നത്തെ കാലത്ത് ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണിത്. പിന്നെ അതേപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതോടെ അവർ പണ്ട് കാലത്തുള്ള വുഡ് കൊണ്ടുള്ള സാധനങ്ങളാണ്, ടോറൽ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു. പിന്നെ അത് അവരുടെ മജ്ലിസാണത്. ഒരു 2 സ്റ്റെപ്പ് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു മജ്ലിസാണ്. മൺതിട്ടകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതിയാണ് ഇത് ചെയ്യാൻ, മണലുകൊണ്ട് തിട്ടുണ്ടാക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഒരു ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസാണത്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു മജ്ലിസാണ്. ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഏരിയ എന്ന് തന്നെ പറയാം. അവിടെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. സംഭവം അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് അതൊക്കെ. പിന്നെ അത് നല്ല സെറ്റായിരുന്നു. പിന്നെ അത് പുറത്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈത്തപ്പഴത്തിൻ്റെതാണ് ബാക്കിൽ കാണുന്നത്. നല്ല പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാത്രങ്ങളിലൊക്കെ. ഈത്തപ്പഴത്തിൻ്റെ പട്ടയാണ്, ഈത്തപ്പഴയുടെ പട്ട വെച്ചിട്ടാണ് അവർ ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിന്നപ്പോഴാണ് ഒരു കളിമണ്ണ് കൊണ്ട് അവർ ഒരു പാത്രം ഉണ്ടാക്കുന്ന ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. കുറേ പാത്രങ്ങളൊക്കെ ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ അവരോട് ചോദിച്ചു, ഉണ്ടാക്കി കാണിക്കാമോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. കുറേ ക്യൂട്ട് പാത്രങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഒരു കപ്പാണ്, നമ്മുടെ കാവയൊക്കെ കുടിക്കുന്ന കപ്പാണ്. അപ്പോൾ ആൾ സ്റ്റാർട്ട് ചെയ്തു, വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു. അത് മോൾഡൊക്കെ വെച്ചിട്ട് അത് ഉരുട്ടാൻ തുടങ്ങി. പിന്നെ അങ്ങനെ മോൾഡായിട്ട് ചെയ്തു. അങ്ങനെ അതൊരു കപ്പ് ഇങ്ങനെ ആയി വന്നു. കണ്ടോ, ഒരു ചെറിയൊരു ഫ്ലവർ വേസ് പോലത്തെ ഒരു സാധനമായിട്ട് വന്നു. എന്താ അങ്ങനെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കൈയൊക്കെ അടിച്ച് നമ്മൾ ആളെയും നല്ല സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളായിട്ട് അതിനകത്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു മജ്ലിസ് പറഞ്ഞ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് സ്റ്റേജ് പോലെ ഒരു സ്ഥലമാണ്. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും, പക്ഷേ അവിടെ നമുക്ക് പ്രോഗ്രാമുകളൊക്കെ നടത്താനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇതാണ് അവരുടെ ബെഡ്റൂമിൻ്റെ ഒരു മാതൃകയാണ് കേട്ടോ. അത് ബാക്കിയൊക്കെ ഇങ്ങനെ ഓപ്പൺ സ്പേസാണ്. അപ്പോൾ അവർ വീട്ടിലുള്ള ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ബെഡ്റൂം. അതുപോലെ ഇങ്ങനെ 2-3 ബെഡ്റൂമുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയാണ് ബെഡ്റൂമിൻ്റെ ഒരു മാതൃക. അത് ക്ലോസ്ഡ് ആയിരുന്നു. ബെഡ്റൂമിൻ്റെ മാതൃക ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് അവിടുന്ന് ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ നമ്മളിത് അവിടുന്ന് പുറത്തിറങ്ങി. ഇതാണ് കേട്ടോ പഴയ കാലത്തെ നമ്പർ പ്ലേറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഷാർജയിലെ നമ്പർ പ്ലേറ്റുകളാണ്. അങ്ങനെ ഓരോ വർഷത്തെയും നമ്പർ പ്ലേറ്റുകൾ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോരോ വർഷങ്ങളിലുണ്ടായിരുന്ന പഴയ നമ്പർ പ്ലേറ്റുകളാണ്.
കണ്ടില്ലേ ഇതൊക്കെ. ഇപ്പോൾ പുതിയ നമ്പർ പ്ലേറ്റാണ് നമ്മൾ ഈ ലാസ്റ്റ് കാണുന്നത്, ഇപ്പോൾ നിലവിലുള്ള നമ്പർ പ്ലേറ്റാണത്. പിന്നെ അതാ നമ്മൾ പോയത് ഇത് അവരുടെ പഴയ ആദ്യകാല കാർഷിക ജീവിത രീതികളൊക്കെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കിണറാണ് ഈ കാണുന്നത്. അതിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കിണറാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ആ കിണറിൻ്റെ അടുത്ത് ഇത് അപ്പുറത്ത് ചാലുകളൊക്കെ ഉണ്ട്. ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരിയ ചാലിലേക്ക് ഒഴിക്കുക ചെയ്യുക. അപ്പോൾ അതിങ്ങനെ പോയിട്ട് എല്ലാം നനയും. അപ്പോൾ അതിനുള്ള സംഭവങ്ങളാണ് ഇത്. തൊട്ടപ്പുറത്ത് ഇത് കുറേ സ്വീറ്റ്സും മിഠായികളൊക്കെ ആയിട്ട് കുറേ ചെറിയൊരു സ്റ്റോളൊക്കെ ഉണ്ട്. നമുക്ക് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചേക്കാം. ഈ അപ്പുറത്ത് ഇതേപോലെ നമ്മളുടെ ഉപ്പിലിട്ട കുറേ ഐറ്റംസുകളും അതേപോലെ ഓരോ ഡ്രിങ്ക്സൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ഇത് അവരോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ആളല്ല അവിടെ ഇരിക്കുന്നത്, ആളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതാണ് അതിൻ്റെ ആൾ. അപ്പോൾ അതൊക്കെ നോക്കി വീണ്ടും നമ്മൾ ആ കിണറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ ആ പറഞ്ഞ കിണർ. ഈ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുക. അതായത് ഈ ഒരു വഴി കണ്ടില്ലേ, ഇതാ കണ്ടിട്ടായിട്ട് ഈ ഒരു വഴിയിലൂടെ കാളേനെ അല്ലെങ്കിൽ ഒട്ടകത്തെ കെട്ടിയിറക്കി അതിൻ്റെ മേൽ കയറ് കെട്ടും. അങ്ങനെ കെട്ടിയിറക്കുമ്പോൾ ഈ വെള്ളം കിണറിൽ നിന്ന് പൊങ്ങും. അപ്പോൾ ആ വെള്ളം ചാലിലൊഴിക്കും. അതിനുശേഷം വീണ്ടും ആ കാളേനെ റിട്ടേൺ കൊണ്ടുവരും. അപ്പോൾ ആ കയറ് കിണറിലേക്ക് പോകും. ഈ കാളേനൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഒരു കാളയൊക്കെ ഉണ്ട് അവിടെ മാതൃകയായിട്ട് ജസ്റ്റ് അവർ വെച്ചിട്ടുണ്ട് ഒരു കാള. പിന്നെ ഇതേ ഇപ്പുറത്ത് ഒരു പാത്ത് വേ ഒക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാത്ത് വേ ഉണ്ട് അവിടെ. എന്നിട്ട് ഈന്തപ്പനയുടെ പട്ട വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കുതുമ്പ് വെച്ചിട്ട് ചെയ്തൊരു പാത്ത് വേ ആണ്. ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ അവർ ആ ഒരു അവിടെ ഇരിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ അതേ പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങളാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ അവിടെ ഉണ്ട്. ഇതാണ് സംഭവം. ഇത് നമ്മുടെ പണ്ട് കാലത്ത് അവർ ഈത്തപ്പഴം സൂക്ഷിച്ചിരുന്ന സംഭവമാണ്. ഈ ഈത്തപ്പഴം അവരെന്ത് ചെയ്യുമെന്ന് പറയുക, ഇതുപോലുള്ള ചാക്കുകളിലൊക്കെ ആക്കിയിട്ട് വെക്കും. ഇങ്ങനെ ഈ ഈത്തപ്പഴത്തിൻ്റെ പട്ട കൊണ്ട് തന്നെ മുടഞ്ഞ ചാക്കുകളാണ് ഈ കാണുന്നത് മൊത്തം. അതിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഇതിങ്ങനെ ഇതാക്കി വെക്കും. അപ്പോൾ അതിൽ നിന്നും ഊറി ഇതേപോലെ ഈത്തപ്പഴത്തിൻ്റെ ഒരു സത്ത് വരും. അതിനെയാണ് അവർ ഡേറ്റ് സിറപ്പ്, അത് മധുരത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ഇതുപോലുള്ള ചാലുകളിലാണ് അവർ വെള്ളം നനക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതാണ് അവിടെ അവർ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും കുറച്ച് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ ഇത് അവർ ആടുകളെ നീക്കാൻ വേണ്ടി കൊണ്ടുപോകും. അതിനുശേഷം അവർ ആടുകളെ രാത്രി കൂട്ടിലാക്കുന്നത് ഇതുപോലെ ഈന്തപ്പനയുടെ പട്ട വെച്ചിട്ട് കെട്ടിയുണ്ടാക്കിയ കൂടുകളിലായിരുന്നു. അപ്പോൾ മറ്റു മൃഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആടുകൾ രാത്രിയിൽ പുറത്തു പോകുന്നു ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കെട്ടി ഒരു നല്ല വൃത്തിയിൽ കെട്ടിയിട്ട് അതിനകത്തായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ആടൊക്കെ അതിനകത്തുണ്ട് സംഭവം. അതുപോലെ മേലെ അവർക്ക് ചൂടേൽക്കാതിരിക്കാനോ കാറ്റേൽക്കാതിരിക്കാനോ. ഇതൊരു കിണറാണ്, വെള്ളം ശേഖരിച്ച് വെക്കാനൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു മാതൃകയാണ് അത്. അപ്പോൾ അതുപോലെ ഇത് അവരുടെ കുറച്ച് കാർഷികവും അതുപോലെ തന്നെ അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഐറ്റംസുകളാണ് നമുക്ക് ഈ ഒരു ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. ഇവിടെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം തിരക്കുണ്ട് സംഭവം. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ വല നെയ്യുകയാണ്, മീൻ പിടിക്കാനും അതുപോലെ തന്നെ ഈ ഇത് കൊണ്ടുപോകാനൊക്കെ ഉള്ള വലകളൊക്കെ നെയ്യുന്നുണ്ട്. ഇപ്പുറത്തത് അവർ ചകിരി പനയുടെ അത് ചതച്ചിട്ട് അതിൻ്റെ ചകിരി എടുത്തിട്ട് അതുകൊണ്ട് കയറുകൾ നെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അവർ ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്. കയറുകളൊക്കെ നെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അപ്പുറത്തെ ആൾക്കാർ ഇത് കൊട്ടകൾ നെയ്യുന്നുണ്ട് കമ്പി വെച്ചിട്ട്. അത് ഫിഷ് ട്രാപ്പ് അതേപോലെ തന്നെ മറ്റേ മത്സ്യം പിടിക്കാനും അതുപോലെ തന്നെ ഈത്തപ്പഴങ്ങൾ ശേഖരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലെ കൊട്ടകൾ ഇതേപോലെ കയറുകൊണ്ട് നെയ്തിട്ടുണ്ട്. കക്ക വാരാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ് ഇതുപോലുള്ള കൊട്ടകളൊക്കെ. ഇതുപോലെ കക്കകൾ വാരാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതേമാതിരി കയർ എറിഞ്ഞ് പിടിപ്പിക്കാനുള്ള സാധനമാണത്, ദൂരത്തേക്ക് എറിഞ്ഞ് പിടിപ്പിക്കാൻ. പിന്നെ അതുപോലെ ഒരേ ചിപ്പികളുണ്ട് കേട്ടോ, നമ്മുടെ പേളിൻ്റെ ആ ഒരു ഷെല്ല്, അങ്ങനെ കുറേ ഐറ്റംസ് ഓഫ് സംഭവം. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇതിലൊക്കെ പോകുമ്പോൾ. പിന്നെ അങ്ങനെ കുറേ വട്ടികളൊക്കെ ഉണ്ട്, ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഫുഡ് സൂക്ഷിക്കാനും അതുപോലുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുറേ ഫിഷ് നെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഒരു മറ്റേ ഇതിൻ്റെ പാത്രങ്ങൾ അതുപോലെ ഇതൊക്കെ ഉണ്ട്. പിന്നെ പട്ടയുടെ അത് വെച്ചിട്ടുണ്ടാക്കിയ ഓരോരോ സാധനങ്ങൾ. അത് നമ്മളുടെ ചിരക്ക പോലത്തെ ഒരു സാധനമാണ്. അതൊരു പാത്രവും വെള്ളം കുടിക്കാനൊക്കെ അവർ ഉപയോഗിച്ചിരുന്നതാണ്. അതിൽ വെള്ളം നിറച്ച് വെക്കും അതിന് വേണ്ടിയിട്ടൊക്കെ. ഇതൊരു വട്ടിയാണ്, നമ്മളെ ഈത്തപ്പനയുടെ പട്ടയുടെ ഇത് ഉറുമ്പുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതൊക്കെ അവർ ഈ ഇതിൽ ശേഖരിക്കാനൊക്കെ ഉണ്ട്. ഇത് പിന്നെ കപ്പികളാണ് കേട്ടോ, വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ കപ്പലിൻ്റെ മുകളിലുള്ള പായകൾ വലിച്ചു കെട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്, കപ്പികളാണ് സംഭവം. എന്തായാലും അടിപൊളി ഉണ്ടായിരുന്നു. പിന്നെ അവരിതാ ഈ മൃഗങ്ങളുടെയൊക്കെ കമ്പിളി കൊണ്ടുള്ള നൂലുകൾ അതേപോലെ തന്നെ പരുത്തി കൊണ്ടുള്ള നൂലുകളൊക്കെ. പിന്നെ ആശാരി ഉപകരണങ്ങളാണ് ഇതൊക്കെ. ഒരു മരങ്ങൾ മുറിക്കാനും നെയ്യാനും അതുപോലെ തന്നെ
സ്റ്റീൽ എടുക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇത് സംഭവം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അവർ കൊടും ശൈത്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒട്ടകത്തിൻ്റെയും പശുവിൻ്റെയൊക്കെ ചാണകം വറലുകളാക്കിയിട്ട് ഇങ്ങനെ കൂട്ടിയിടും, കല്ല് കൂട്ടിയിട്ടതിൽ. അപ്പോൾ അത് കത്തിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, കല്ലുകളൊക്കെ ചൂടാവും. അപ്പോൾ അതിന് ചുറ്റും ഇരുന്നിട്ട് ആ ഒരു തീ കാഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്യുക, അതിന് മേലെ വെച്ചിട്ട് അത് ചൂട് കായും. ഇതാണ് ആദ്യകാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കിണറാണ് കേട്ടോ. അതായത് കുടിവെള്ളം ശേഖരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിരുന്ന നല്ല ആഴമുള്ള കിണറുകളായിരിക്കും. അപ്പോൾ ആ കിണറിൽ നിന്ന് വെള്ളം. അപ്പോൾ അപ്പുറത്ത് ഒരു ഫാൽക്കൻ അങ്ങനെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കും വേണമെന്ന് തോന്നി. ഞാനൊരു പെറ്റ് ലവറാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് ആഗ്രഹം. അപ്പോൾ ഞാനും വെച്ചു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു സാധനം കേട്ടോ. സംഭവം നല്ല ഇതായിരുന്നു. അതിന് ക്യാപ്പ് വെച്ചുകൊണ്ട് അതിനെ കണ്ണൊന്നും കാണുന്നില്ല, പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, വൈറ്റിൽ ഡോട്ടായിട്ട്. പിന്നെ അത് അപ്പുറത്ത് അതുപോലെ തന്നെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ അവർ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പ്രൈവസി വാങ്ങിച്ചിട്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോഴത്തേക്ക് ഇതേ ഒരു പൂച്ച വന്നിട്ട് അവിടെ നല്ല ക്യൂട്ടായിട്ടൊരു പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അടുത്ത് കണ്ടപ്പോൾ ഇങ്ങനെ കരഞ്ഞു വന്നു. നമ്മളിത് അതിനെ കുറേ നേരം കളിപ്പിച്ചു കേട്ടോ. സംഭവം നല്ല ക്യൂട്ടായിരുന്നു സാധനം, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുഡൊന്നും വേണമെന്നില്ല, അവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കഴിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇവിടെ കാവ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാവ അവരിങ്ങനെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ അവർ ചെയ്തിരുന്നത് ഇങ്ങനെ ഇതേപോലെയാണ്. കാവകൾ ഇങ്ങനെ വഴിയോരങ്ങളിലും കച്ചവടങ്ങൾ ആൾക്കാർ പോകുന്ന വഴിയോരങ്ങളിലൊക്കെ കാവകളുണ്ടാവും. അപ്പോൾ അവർ ഇതേ കാവയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കാവയൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെയാണ് അവർ കാവ ഉണ്ടാക്കുന്നത്. സംഭവം അവരിതേ കാവയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു രീതിയും അവർ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുള്ള ആ അടുപ്പും ആ പാത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, ആ ജഗ് പോലത്തെ സാധനം കണ്ടില്ലേ, കാവ ഒഴിച്ച് വെക്കുന്ന സാധനമൊക്കെ. പിന്നെ അതിൻ്റെ നടിയിൽ ഈത്തപ്പഴം. അപ്പോൾ നമുക്കിത് അവർ കാവ തന്നു കേട്ടോ, കാവയൊക്കെ തന്നു. പിന്നെ അതിലിത് ഈത്തപ്പഴം ഉണ്ടായിരുന്നു, ഈത്തപ്പഴം തന്നു കേട്ടോ നമുക്ക്. അവർ ഈത്തപ്പഴം തൊട്ട് നമ്മൾ കാവയൊക്കെ ഇങ്ങനെ അടിപൊളിയിൽ കുടിച്ച് അതിൻ്റെ ഗ്ലാസ്സൊക്കെ നമ്മൾ കറക്റ്റ് വേസ്റ്റ് ബിന്നിൽ തന്നെ കൊണ്ടിട്ട് അതിനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിട്ടോ. മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് എവിടെ കുറച്ച് നമ്മളെ ഏരിയ കിടക്കുന്നു, അതായത് ചെടികൾ. അപ്പോൾ ഇത് ഈ ചെടികൾ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. പക്ഷേ ഇത് എന്ത് ചെടി, ഞാൻ ആദ്യം മൈലാഞ്ചി ചെടിയാണെന്ന് ചോദിച്ചു. പക്ഷേ മൈലാഞ്ചി ചെടി അല്ല കേട്ടോ. പക്ഷെ നമുക്ക് പരിചയമുള്ള ചെടികളൊന്നും അല്ല. നമുക്ക് ആകെ പരിചയമുള്ളൊരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഈ ഒരു അനാറിൻ്റെ ചെടിയായിരുന്നു. അപ്പോഴത്തേ അവിടെ പർദ്ദയിട്ട് കുറേ പേര് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ നോക്കി നോക്കുമ്പോൾ ഈ പർദ്ദയിട്ട് നിൽക്കുകയല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗോസ്റ്റ് ഹൗസാണ് സംഭവം. അപ്പോൾ അവരിതേ ആൾക്കാരൊക്കെ ഇത് അവിടെ ഇട്ട് തന്നെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കയറാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ തന്നെ നമ്മളെ വിറപ്പിച്ചിട്ടാണ് ഉള്ളിലേക്ക് വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇത് കണ്ടോ, ഒരാൾ ഇതേ ഒരു ഡെഡ് ബോഡി ഇതേ റോട്ടിൽ നിന്ന് നീറ്റ് പോകുന്നുണ്ടോ. Faças sentido, sentido, faca como eu não quero. നമ്മൾ ആ സംഗീതമൊക്കെ കേട്ട് വന്നപ്പോൾ നമ്മുടെ ഫേവറേറ്റ് കളറിലുള്ള നമ്മുടെ UAE എല്ലായിടത്തും കാണുന്ന ആ ഫ്ലവറൊക്കെ കണ്ടാണ് നടന്നപ്പോൾ ഇതേവിടെ ഇരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുന്നോട്ട് പോയ സമയത്താണ് നമ്മൾ ഈ ഒരു കട ശ്രദ്ധിച്ചത്. ഒരു ബുക്ക് സ്റ്റോളാണ് സംഭവം. അവർ ആ ചെയ്ത രീതി ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെട്ടിക്കടയുടെ ഒക്കെ രീതിയാണ്. ആ മേലെ കാനപ്പിയൊക്കെ കണ്ടില്ലേ, അതൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോഡേൺ ആയിട്ടുള്ള ടൈപ്പിൽ നമ്മളിപ്പോഴത്തേക്ക് കാണുന്ന രീതിയിലുള്ള ബുക്ക് സ്റ്റാളുകളും അവിടെ ഉണ്ട്. സംഭവം ഇതുപോലെയുള്ള ഷേപ്പിലൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മളെ എംബ്രോയിഡറി വർക്കിലുള്ള ഒരു ഫാമിലി ഫോട്ടോ നമുക്ക് വാളിൽ ചെയ്യാൻ പറ്റിയതും. പിന്നെ ഇപ്പോൾ നാട്ടിലൊക്കെ ട്രെൻഡായ നമ്മുടെ മുസല്ലയും മുസായഫും ദസിയൊക്കെ ഉള്ള ആ സെറ്റ് ഉണ്ടല്ലോ, അതും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോഴേ കുറേ ഹോഴ്സുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന കേട്ടോ ഫ്രേഷ്യൻ ഹൗസ് എന്ന് പറയുന്ന സാധനം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കാലിൽ കണ്ടില്ലേ ഒരു തൊപ്പ ഉണ്ടാവും, അതുപോലെ തന്നെ രോമം ഉണ്ടാവും, നല്ല അടിപൊളി ബൂട്ട് പോലെ അങ്ങനെ വരും കേട്ടോ. പിന്നെ പക്ഷേ ഇതിന് നല്ല ഷൈനി ബ്ലാക്ക് കളറാണ് സംഭവം. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോഴ്സാണ്. അതിനവിടെ നിർത്തിയേക്കുന്നത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് നിർത്തിയേക്കുന്നത്. അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല റൈഡിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ട് നിൽക്കുകയാണ് അവർ. നല്ല വേർത്ത് നല്ല ടയേർഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ വേറൊരു വൈറ്റ് ഒരു സഞ്ചാഫ് കളറിലൊരു ഹോഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. സംഭവം അടിപൊളിയായിരുന്നു. അതും ഒക്കെ തെറോ ബ്രീഡ് ഇനത്തിൽപ്പെട്ടതാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ തെറോ ബ്രീഡ് ഇനത്തിൽപ്പെട്ട ഇംഗ്ലീഷ് ബ്രീഡ് എന്നൊക്കെ പറയുന്നത്. അത് കണ്ടില്ല, അവർ അതിൻ്റെ വിയർപ്പൊക്കെ വന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ പെർഷ്യൻ ഹോഴ്സിനെ. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പതുക്കെ നമ്മൾ വീണ്ടും ഒരു ടാക്സിയൊക്കെ വിളിച്ച് നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അതാ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.